ഹലോ ഗീസ്, ഹൽദി ഫംഗ്ഷനും കല്യാണ ഫംഗ്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലെ ഫംഗ്ഷന് വന്നിട്ടുണ്ട് കേട്ടോ. ഉദയങ്ങൾ അങ്ങനെ പൂർണ്ണയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ രഹന വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവളുടെ അടുത്തോട്ട് പോയില്ല. അവളിതേ ഇരിപ്പുണ്ട്. ഉച്ചത്തെ സദ്യയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. 3 കൂട്ടം പായസവും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു. നമ്മൾ കഴിച്ചിട്ട് ഉറക്കം എണീറ്റപ്പോൾ തന്നെ 6-6:30 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഇത് രഹനയൊക്കെ വന്നു, ഫാമിലിയൊക്കെ വന്നപ്പോഴേ നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പവും പൊറോട്ട, റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി. 1-2 അല്ല, ഒരു 3-4 ഐസ്ക്രീം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചായിരുന്നു. പിന്നെ ഇത് രഹനയുടെ മോളുടെ സ്നേഹപ്രകടനം കണ്ടോ. മാമനുമ്മ, വാപ്പാക്കുമ്മ എന്നൊക്കെ പറഞ്ഞ് 2 പേർക്ക് മാറി മാറി ഉമ്മ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളിത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ പൊന്നിനെ കൊണ്ടുവന്നില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് പൊന്നു ഉറക്കണിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന് ഓരോ ചായയും ഓരോ ബജിയും കഴിച്ചിട്ടോ. നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് ചായ കുടിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. എന്തായാലും 2 പേർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു. നന്നായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു.